വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമല്ലേ? ഞാനിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ദേവനഹള്ളിയിൽ വന്നതാണ്. അഞ്ചു വന്നിട്ട് 2 മാസത്തേക്ക് വേണ്ടിയിട്ട് സ്കൂളൊക്കെ പൂട്ടിയതല്ലേ. അപ്പോൾ അവൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞങ്ങളും പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു. ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തുമ്പോൾ ഒരു 10-10:30 ആയിട്ടില്ല, 9:30 കഴിഞ്ഞിട്ടുണ്ട് എത്തുമ്പം. പിന്നെ ബാംഗ്ലൂർ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് ഇങ്ങ് എത്തുമ്പോഴേക്ക് ലേറ്റായി പോയതാണ്. പിന്നെ മോക്കും ട്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്ക് 8 മണി ആയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് ലേറ്റായി പോയതാണ്. ഇവിടെ ബാൽക്കണിയിൽ നിന്നാലുണ്ടല്ലോ നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങ് ദൂരെ കാണാൻ പറ്റും. ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ രാത്രി എടുത്ത വ്യൂവിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം പകലുള്ള വ്യൂ കാണിച്ചു തരാം. അങ്ങ് കുറച്ച് ദൂരെയാണ്, എത്രത്തോളം എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്ന അറിയില്ല. പക്ഷെ എന്നാലും സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരാൾ വരുന്നുണ്ട് ഞാനിവിടെ എന്നാ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്താടാ കുട്ടപ്പ, വാ ഇങ്ങ് വാ, ഇങ്ങ് വാ. ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേടാ. പറയില്ല എന്നൊരു ഹായ് പറഞ്ഞു. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ, ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. വല്യമ്മക്ക് ഒരു ഉബ്ബ തരുവാ, ഒരു ഉബ്ബ തരുവാ വല്യമ്മച്ച്. ഒരു ഉബ്ബ, ഉബ്ബ. ഉബ്ബ. ദാ അടുത്ത ആള് വന്നിട്ടുണ്ട്. ദാ ലച്ചുമാ. പൊന്നു ചേച്ചി പിന്നെ ഉറങ്ങാന്നല്ലേ? ചേച്ചി ഒത്തു. ആ അത് ചേച്ചി, പൊന്നു ചേച്ചി ഒത്തു. പൊന്നു ചേച്ചി അത് ലച്ചേച്ചി, പൊന്നു ചേച്ചി ഒത്തു. ആ ലച്ചേച്ചി പോയി. കണ്ടോ ദൂരത്തുനിന്ന് ഒരു റെഡ് കളർ ഫ്ലൈറ്റ് റൺവേയിലേക്ക് വരുന്നുണ്ടോ? റൺവേയിലേക്കാണോ അതോ പാർക്ക് ചെയ്യാൻ വരുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അതാ കാണുന്നില്ലേ നിങ്ങൾ കറക്റ്റായിട്ട്? ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ എല്ലാ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലും ഇതുപോലെ നെറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ പ്രാവ് വരുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും. സൂക്ഷിച്ച് നോക്കിയാലുണ്ടല്ലോ അങ്ങ് ദൂരെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നതാണ്. സൺഡേ ആയതുകൊണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ഫുള്ള് ഫ്ലാറ്റ്സിലും അതുപോലെ തന്നെ അങ്ങ് എയർപോർട്ടിലൊക്കെ ഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ പറ്റും. ഒറ്റ ദിവസത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ഫുൾ ബിസി ഷെഡ്യൂളാണ് കേട്ടോ. രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നലെ കിടന്നത്. പക്ഷേ കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 8-8:30 ആയിട്ടുണ്ട് എണീറ്റ് വരുമ്പോഴൊക്കെ തന്നെ. ദോശമാവ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ 5 വേഗം ദോശയൊക്കെ ചുട്ടു. ഞാൻ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചട്നി അങ്ങ് അരച്ചു കേട്ടോ. മാവ് കുറച്ച് കുറവായതുകൊണ്ട് പിന്നെ കുറച്ച് അവസാനത്തേക്ക് കുറച്ച് ഗോതമ്പ് ദോശയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്ര നേരത്തെ എണീറ്റെന്ന് പറഞ്ഞാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എണീറ്റാൽ മാത്രമല്ലേ നമ്മളെ പണിയൊക്കെ ഒരുങ്ങുള്ളൂ. ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. 11 മണിയൊക്കെ ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മന്തിയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ആ മന്തിക്കുള്ള പ്രിപ്പറേഷനും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ പൊന്നു രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് ഐസ്ക്രീം ആട്ടോ കഴിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിനും കൂടെ ഐസ്ക്രീം അവൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ നല്ല ഉഷാറായിട്ട് വായ തുറന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പല സമയത്ത് എണീറ്റുകൊണ്ട് എത്ര പ്രാവശ്യമാണ് ഇവിടെ ചായയും കാപ്പിയും ഉണ്ടാക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ലപ്പാ. ഓരോരാൾക്ക് കോഫി, കോൾഡ് കോഫി, ചായ, ബ്ലാക്ക് കോഫി എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നറിയാം. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്ക് 11 മണി ആയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ലോ, പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇരുന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിയും, അതിൻ്റെ കൂടെ വർത്താനം എല്ലാം കൂടെ 1 മണിക്കൂർ ആ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ സ്ഥിരം പരിപാടി കേട്ടോ. നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ വർത്താനം പറഞ്ഞ് കുറേ നേരം ഇരുന്ന് നേരം കൂട്ടും. അവസാനം അമ്മ വന്ന് ചീത്ത പറയണം നമ്മളെല്ലാവരും കൂടെ ആ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിന്ന് എണീറ്റ് പോകാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പം പൊന്നിന് ഭയങ്കര ഒരു ആഗ്രഹം ലഞ്ച് ഉണ്ടാക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന്. ഞങ്ങളെന്നില്ല, ഞാനല്ല ലഞ്ച് ഉണ്ടാക്കുന്നത്. ഇന്ന് അഞ്ജുവിൻ്റെ മന്തിയാണ് സ്പെഷ്യൽ. അങ്ങനെ അരിയൊക്കെ എടുത്തപ്പോൾ ഞാൻ കഴുകിത്തരാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പുറകെ വന്നിട്ട് അരി കഴുകിത്തരിക കേട്ടോ. അതിലിടയ്ക്ക് അവളുടെ കുഞ്ഞുമ്മ പറയുന്നത് കേട്ട് അരിക്ക് വേദനയൊന്നും എടുക്കൂല, നല്ല ഉഷാറായിട്ട് അരി അങ്ങ് ഉരച്ചങ്ങ് കഴുകിക്കോളാൻ. പിന്നെ മന്തി ആയതുകൊണ്ട് ഒരുപാട് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ, പെട്ടെന്ന് പണി തീരുമല്ലോ. ഓൾറെഡി മസാലയൊക്കെ തേച്ച് ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടുക്കളയിലെ പണി പെട്ടെന്ന് തീർന്നു കേട്ടോ. പക്ഷേ ഇനിയാണ് ഞങ്ങളുടെ പണി തുടങ്ങാൻ പോകുന്നത്. ഞങ്ങൾക്കൊന്ന് പാർലർ വരെ പോകണമായിരുന്നു. ചില്ലറകളൊക്കെ പെറുക്കിയിട്ട് ഞാനും അവളും കൂടെ അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ പാർലറിലേക്ക്. പാർലറിൽ കുറച്ചധികം നേരത്തെ പണി തന്നെ ഉണ്ടാവും കേട്ടോ. എനിക്ക് പെഡിക്യൂറും ഹെയർ കട്ടും ഉണ്ട്. മക്കൾക്ക് എല്ലാവർക്കും ഹെയർ കട്ടുണ്ട്, കുഞ്ഞിനൊഴികെ. അഞ്ജുവിനാണെങ്കിൽ ഹെയർ കട്ടും ഹെയർ കളറിങ്ങും പെഡിക്യൂറും ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം എന്തായാലും എടുക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു.
അങ്ങനെ ദേ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഈ ബ്രിഗേഡ് ഓച്ചാൻ്റെ ക്യാമ്പസ് കാണാൻ ശരിക്കും നല്ല ഭംഗിയാട്ടോ. ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. അഞ്ചു ഇപ്രാവശ്യം ഇവിടെ കണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് കണിക്കൊന്നും പറിക്കാൻ വേറെ എവിടെയും പോകേണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ഇഷ്ടം പോലെ കണിക്കൊന്നേൻ്റെ മരം പൂവിട്ട് നിൽക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഗുൽമോഹർ ഒരുപാട് റോഡ് സൈഡിലൊക്കെ പൂവിട്ട് നിൽക്കുമായിരുന്നില്ലേ. ഇപ്പോൾ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഗുൽമോഹറിന് മെയ് ഫ്ലവർ എന്നുള്ളൊരു പേരും കൂടി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊക്കെ പണ്ട് അതിന് മെയ് ഫ്ലവർ എന്നാട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. അടുത്ത കാലം എന്ന് പറയുമ്പോൾ ഒരു 5, 8 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഈ മെയ് ഫ്ലവറിൻ്റെ ശരിക്കും പേര് ഗുൽമോഹർ എന്നാണെന്ന്. കുറേ കാലത്തിന് ശേഷാട്ടോ ഇത്രയും ഗുൽമോഹർ പൂവിട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നത്. ഞങ്ങളുടെ കുട്ടിക്കാലമായിട്ട് ഈ ഒരു ചെടിക്ക് ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ. സമ്മർ വെക്കേഷൻ സമയത്ത് അമ്മയുടെ വീട്ടിൽ പോവും. അമ്മയുടെ വീട്ടിൻ്റെ മുന്നിൽ ഒരു കനാലൻ റോഡുണ്ട് കേട്ടോ. ആ റോഡിൻ്റെ സൈഡിൽ 2ഓ 3ഓ ഗുൽമോഹർ ചെടി പൂവിട്ട് നിൽക്കായിരുന്നു ആ ഒരു സീസണിൽ. ഇപ്പം ആ ചെടി അവിടെ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് പകരം വേറെ എന്തോ ഒരു ചെടി അവിടെ ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്കിങ്ങിലിട്ട് കോംപ്ലക്സിൻ്റെ അകത്തേക്ക് നടക്കാം. പാർലർ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഒരു ദൂരത്തിലുള്ള ആളുണ്ട് പാർലറിൽ ഇന്നെന്ന്. 45 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഓക്കെ ശരി, ഞങ്ങൾ 45 മിനിറ്റ് വെയിറ്റ് ചെയ്തോളാം. പോയിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് അങ്ങ് വെയിറ്റ് ചെയ്തു. എൻ്റെ പെഡിക്യൂർ ആട്ടോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 5, 6 മാസമായിട്ടുണ്ട് ഞാൻ പെഡിക്യൂർ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ കാല് നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ആകെ റഫായി കിടക്കുകയാണ്. പിന്നെ സമ്മർ ആയാൽ എനിക്ക് കാലിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ തോല് പോവും. അതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ചെയ്യാമെന്നങ്ങ് വിചാരിച്ചത്. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ പ്രശ്നം, ഫുള്ള് ടാൻ അടിച്ചിട്ടുണ്ട്. എപ്പോഴും കുട്ടികളെയും ഹസ്ബൻഡിനെയും മാത്രം നോക്കിയാൽ പോരല്ലോ. വല്ലപ്പോഴും സെൽഫ് കെയറും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇവരെ സർവീസ്. കാലൊക്കെ നന്നായി മസാജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് നാളായിട്ട് കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മസാജൊക്കെ കിട്ടിയപ്പോഴുണ്ടല്ലോ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം പെഡിക്യൂറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഷുഗറിൻ്റെ ഈ ഒരു കളർ നെയിൽ പോളിഷാട്ടോ ചൂസ് ചെയ്തത്. അത് ഞാൻ വിചാരിച്ചു നെയിൽ പോളിഷ് ഇടണ്ട, 2 ദിവസം നെയിൽ അങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കട്ടെ എന്ന്. പിന്നെ രണ്ടാമതൊന്ന് ചിന്തിച്ചപ്പോൾ വിചാരിച്ചു വേണ്ട, നെയിൽ പോളിഷ് ഇട്ടേക്കാമെന്ന്. ഇതിൽ വേറൊരു തമാശയുണ്ട് കേട്ടോ. എൻ്റെ പെഡിക്യൂർ ആട്ടോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമാണ് മക്കളുടെ 2 പേരുടെയും ഹെയർ കട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇവരുടെ 2 പേരുടെയും ഹെയർ കട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ പെഡിക്യൂർ തീർന്നത്. അത്രമാത്രം അരച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു എൻ്റെ കാലിൻ്റെ മുകളിൽ. എനിക്ക് അതിശയം തോന്നിപ്പോയി കേട്ടോ. ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, അത്രയും റഫായിട്ടുണ്ടായിരുന്നു കാല്. അഞ്ജുവിൻ്റെ ഹെയർ കട്ടും കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. എൻ്റെ ഹെയർ കട്ടും അഞ്ജുവിൻ്റെ പെഡിക്യൂറും അവിടെ ബാക്കിയായി പോയിട്ടുണ്ട്. ഇനിയും കൂടുതൽ നേരം ഇവിടെ നിന്നാൽ ഞങ്ങളുടെ ബാക്കിയുള്ള പണികളൊന്നും നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ 3 മണിയായപ്പോൾ പാർലറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു. കുറച്ച് നേരമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് പിന്നെ മഴ തോരാനൊന്നും ഞങ്ങൾ നിന്നില്ല. വേഗം മഴയത്ത് തന്നെ ഓടി വണ്ടി കയറി വീട്ടിലേക്ക് വരിക ചെയ്തത്. വീട്ടിലെത്തി ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു കേട്ടോ. ഓൾറെഡി ഞങ്ങൾ രാവിലെ നന്ദി ഹിൽസ് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങിപ്പോയതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ വൈകുന്നേരത്തെ പ്ലാനെങ്കിലും നടക്കണം എന്നുള്ള ഇതിലാണ് ഞങ്ങൾ പെട്ടെന്ന് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അവസാനം ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു ഒന്ന് ഡ്രോപ്പ് ചെയ്താലോ എന്ന്. പിന്നെയും അവസാനം പറഞ്ഞു ഇതെപ്പോഴും ഡ്രോപ്പ് ചെയ്ത് പോവുകയുള്ളൂ, പിന്നെ നമ്മുടെ പണികളൊന്നും നടക്കില്ല, നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് പോയിട്ട് കണ്ടിട്ട് വരാമെന്ന്. 7 മണിയാകുമ്പോഴേക്ക് അമ്പലം അടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ 6:45 ആയിട്ടുണ്ടായിരുന്നു. ഭോഗനന്ദീശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് നന്ദിയിലാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നന്ദി ഹിൽസിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഈ ഒരു ടെമ്പിൾ. ഭയങ്കര പുരാതനമായിട്ടുള്ളൊരു ടെമ്പിളാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതിയും അതൊക്കെ കാണാൻ ബേലൂർ ടെമ്പിളുമായിട്ട് ഭയങ്കര സാമ്യമുണ്ട്. സന്ധ്യ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഒരു 3ഓ 4ഓ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡേ ടൈമിലൊക്കെ ചിലപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഇന്നിനി പ്രത്യേകിച്ച് വേറെ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്പലം ഫുള്ളായിട്ട് ചുറ്റിക്കറങ്ങി ദർശനമൊക്കെ നടത്തി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഞങ്ങൾ. നന്ദി ഹിൽസിൻ്റെ ഭാഗത്തേക്കൊക്കെ ആരെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ സ്കൾപ്ചറും അതുപോലെ തന്നെ കാർവിങ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഭഗവാൻ ശിവനാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിരുന്നു ഫുഡ്, അതുകൊണ്ട് എല്ലാവരും ലൈറ്റായിട്ട് ദോശയൊക്കെ ആട്ടോ കഴിച്ചത്. ദോശ ലൈറ്റാണോന്നൊന്നും ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത് ആരും. ഇന്നിപ്പോൾ തിരിച്ച് രാത്രി തന്നെ ബാംഗ്ലൂർക്ക് ഞങ്ങൾക്ക് മടങ്ങണം. തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ലച്ചുവിനെയും കൂടെ ഞങ്ങളുടെ കൂടെ ഇങ്ങ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു വീക്കെൻഡ് പോയത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.